പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 12ാം മാസത്തിന്റെ 1ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച നല്ല നാഥനെ, കഴിഞ്ഞ 11 മാസം കൺമണി പോലെ കരുതിയ, ആഹാരം തന്നും ആയുസ് തന്നും ആരോഗ്യം തന്നും നമ്മെ മാനിച്ചുയർത്തിയ ദൈവത്തെ ഈ 12ാം മാസത്തിൻ്റെ 1ാമത്തെ പ്രഭാതത്തിൽ നന്ദിയുള്ള ഹൃദയത്തോടുകൂടി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് തന്ന എല്ലാ ഭാഗ്യങ്ങൾക്കായി സ്തോത്രം. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടി വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. 14ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ. സത്യദൈവത്തെ സേവിക്കുന്നവർ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരുപക്ഷെ വിലയില്ലാത്തവരും ആൾബലം കുറഞ്ഞവരും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവരും ആയിരിക്കാം. എന്നിങ്ങനെ മറ്റുള്ളവരുടെ മേൽ എന്തും കാണിക്കാം. അവരെ ഉപദ്രവിച്ചാൽ ആരും ചോദ്യം ചെയ്യാനില്ല. അല്ലെങ്കിൽ അവർക്ക് നീതി നിഷേധിച്ചാൽ അവർ എന്തു ചെയ്യാനാണ്? ആരാ ചോദ്യം ചെയ്യുന്ന, ആര് തടയുമെന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കന്മാർ, ശത്രു നിരകളിൽ നിൽക്കുന്നവർ, സുവിശേഷ വിരോധികളെല്ലാം ചിന്തിച്ച് സ്തോത്രം എന്നിങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അവർ എന്തു ചെയ്യാനാണ് എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മെ ഉപദ്രവിച്ചാൽ ലോകപ്രകാരം നമുക്ക് വേണ്ടി ആരും ബാധിക്കുവാൻ ആരുമില്ലെങ്കിലും നീതിമാന്മാരുടെ തലമുറയിൽ നീതിമാന് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം മറന്നു പോകരുത്. നാം ദൈവസന്നിധി നീതിമാനാണെങ്കിൽ, അവൻ നിഷ്കളങ്കനാണെങ്കിൽ, നേരുള്ളവരാണെങ്കിൽ, അവൻ നിശ്ചയമായും ഒരു നീതിമാൻ നമുക്ക് വേണ്ടി അവൻ വാദിക്കുവാൻ എഴുന്നേൽക്കും. ആമേൻ, ഹല്ലേലൂയ. നീതിമാന്മാരുടെ തലമുറയിൽ ഒരു നീതിമാന് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം മറന്നു പോകരുത്. നാം സ്തോത്രം, ഹല്ലേലൂയ, എപ്പോഴും അത് ഓർത്തിരിക്കണം. ദാവീദിനെ ഉപദ്രവിക്കുന്നതിൽ രസം കണ്ടെത്തിയ മനുഷ്യനായിരുന്നു ശൗൽ രാജാവ്. ശത്രു രാജ്യങ്ങൾക്കെതിരായി യുദ്ധം ചെയ്യുന്നതിനേക്കാൾ അധികം പ്രാവശ്യം കേവലം മനുഷ്യനായ ദാവീദിനെ കൊല്ലുവാൻ സകല സൈന്യത്തോടും കൂടെ ശൗൽ പാളയം ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ യഹോവ ദാവീദിനോട് കൂടെ ഇരിക്കുകയും ശൗലിനെ വിട്ടുമാറുകയും ചെയ്തതുകൊണ്ട് ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു. പ്രിയ ദൈവത്തിലെ ദൈവ കൃപ നഷ്ടപ്പെടുമ്പോൾ, ആരാധന നഷ്ടപ്പെടുമ്പോൾ, പ്രാർത്ഥന നഷ്ടപ്പെടുമ്പോൾ, ദൈവസഭയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോൾ ഭയം നിന്നെ വേട്ടയാടുവാനിടയാകും. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഭയം നിന്നെ ഭരിക്കുകയാണെങ്കിൽ, ഭയം നിന്നെ പിന്തുടരുകയാണെങ്കിൽ, നീ മരണ ഭയത്തോടുകൂടെ, സാമ്പത്തിക ഭയത്തോടുകൂടെ, ആരോഗ്യ രോഗഭയത്തോടുകൂടെ നീ ഭയപ്പെടുകയാണെങ്കിൽ ദൈവസന്നിധിയിൽ നീ മടങ്ങി വരണം. ദാവീദിനെ കണ്ടു. ദാവീദിനെ കാണുമ്പോൾ തന്നെ ശൗലിന് പിന്നെ ഭയമായി മാറും. ദാവീദിനെ ഓർക്കുമ്പോൾ അവൻ ഭയപ്പെടുവാനിടയായി. ശൗലിനെയോ അവൻ്റെ കുടുംബത്തെയോ ദാവീദ് ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല. അതിനുള്ള അവസരങ്ങൾ വന്നപ്പോഴും താൻ ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ. ദൈവം നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് ദാവീദിനുണ്ടായിരുന്നു. ആമേൻ. ഇതേ ഉറപ്പ് ഇന്ന് പ്രഭാതം നമുക്കുണ്ടായിരിക്കണം. വിശ്വസ്തനായിരുന്നതിനാൽ എതിരാളികൾക്ക് അവനിൽ ഒരു സ്തോത്രം. നമുക്കറിയാം, ദാനിയേൽ വിശ്വസ്തനായിരുന്നതിനാൽ എതിരാളികൾക്ക് അവനിൽ ഒരു കുറ്റവും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ദാനിയേലിന് ലഭിക്കുവാൻ പോകുന്ന ഉന്നത പദവികൾ തടയുന്നതിനും തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിനും വേണ്ടിയുള്ള ഗൂഢാലോചനകൾ അവൻ ശത്രുപക്ഷത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരുന്നു. കുഞ്ഞെ, നിനക്കെതിരായി, നിന്റെ ഉയർച്ചകൾക്കെതിരായി, നിന്റെ ബിസിനസ്സുകൾക്കെതിരായി, നിന്റെ ഉപജീവന മാർഗങ്ങൾക്കെതിരായി, നിന്റെ ശുശ്രൂഷകൾക്കെതിരായി, നിന്റെ വാക്തത്വങ്ങൾക്കെതിരായി ശത്രുപക്ഷത്തു നിന്നും ഗൂഢാലോചനകൾ ഉണ്ടാകുമ്പോൾ ഇന്ന് പ്രഭാതം നീ പറയണം, എനിക്കെൻ്റെ ദൈവമുണ്ട്, എന്നെ വിടുവിക്കുന്ന ഒരു നീതിമാനായ ഒരു ദൈവം എനിക്കുണ്ടെന്ന് ഇന്ന് പ്രഭാതം ഈ വചന സന്ദേശം കേൾക്കുന്ന ദൈവത്തിലെ നീ വിശ്വസിക്കണം. അവരുടെ തന്ത്ര
തന്ത്രത്തിന്റെ ആമേൻ ഹല്ലേലൂയ. അപ്പോ ദാനിയേലിനെ തകർക്കുവാനുള്ള അവരുടെ തന്ത്രത്തിന്റെ ഫലമായിട്ട് ദാനിയേൽ എന്ത് ചെയ്തു? സിംഹക്കുഴിയുടെ ഗുഹയിലിട്ട് കളഞ്ഞു. ശത്രുനിരയുടെ ആഗ്രഹം സാധിച്ചതിന്റെ സന്തോഷത്താൽ അവർ ആഹ്ലാദിച്ചിട്ടുണ്ടാകാം. ആമേൻ ഹല്ലേലൂയ. ഭക്തനായ ദാനിയേലിന് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുവാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. എന്നാൽ നിമിഷങ്ങൾ കൊണ്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞു. യാതൊരു കേടുപാടും കൂടാതെ ദാനിയേൽ സിംഹക്കുഴിയിൽ നിന്ന് പുറത്തു വരുവാനിടയായി. പ്രിയ ദൈവമൈതലേ, ശത്രുനിര നിനക്ക് എതിരായി അവൻ ഉണ്ടാകുമ്പോൾ, അവൻ ഉയർച്ചകൾക്കെതിരായി, അവന്റെ വാക്തത്വങ്ങൾക്കെതിരായി, ഉപജീവനങ്ങൾക്കെതിരായി, കുടുംബജീവിതങ്ങൾക്കെതിരായി, അവന്റെ തലമുറകൾക്കെതിരായി നാളുകളായി വെല്ലുവിളിച്ച് പോരാടുന്ന ശത്രുമണ്ഡലത്തിൽ നിന്നും നിന്നെ വിടുവിച്ച് മാനിച്ചുയർത്തുന്ന ഒരു നീതിമാനായ ദൈവമുണ്ടെന്ന് ഈ പ്രഭാതം നീ വിശ്വസിക്കുകയാണെങ്കിൽ ആമേൻ സ്തോത്രം. ആയിരിക്കുന്നിടത്തിരുന്നു കൊണ്ട് ആ ഒരു ആമേൻ പറയണം. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കണം. നിന്നെ പുറത്തെടുത്ത് ആദരിക്കുന്ന ആമേൻ നാളുകൾ വിദൂരമല്ല. ഈ ആമേൻ സ്തോത്രം 12-ാം മാസത്തിന്റെ 1-ാമത്തെ ആമേൻ പ്രഭാതത്തിൽ നിന്നെ ശത്രു ഭയത്തിൽ നിന്ന് വിടുവിക്കുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ശത്രുവിന്റെ ഗൂഢാലോചനകളിൽ നിന്നും വിടുവിക്കുന്ന, അവന്റെ തന്ത്രങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ഒരു നീതിമാനുണ്ട് ആമേൻ സ്തോത്രം എന്ന് നീ ഇന്ന് പകൽക്കാലം വിശ്വസിക്കണം. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഈ പ്രഭാതം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ ആമേൻ ഹല്ലേലൂയ. ശത്രു ഭയപ്പെടുന്ന നിലകളിൽ ആമേൻ പരിശുദ്ധൻ പറയുന്നു, ശത്രു ഭയപ്പെടുന്ന നിലകളിൽ യഹോവ നീതിമാന്മാരുടെ തലമുറയിലുണ്ട്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട കുഞ്ഞെ, നമ്മുടെ കണ്ണുകളെ ദിവസത്തിനടയ്ക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ ആമേൻ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. കഴിഞ്ഞ 11 മാസം ഞങ്ങളെ കൺമണി പോലെ പരിപാലിച്ചതിനായി എണ്ണത്തിൽ കുറഞ്ഞു പോകുവാനിടവരാതെ ദൈവം സൂക്ഷിച്ച് പരിപാലിച്ചല്ലോ. ആമേൻ സ്തോത്രം കർത്താവേ. അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരുടെ തലമുറയിലുണ്ടല്ലോ. ഞങ്ങളുടെ തലമുറയിൽ കർത്താവേ യഹോവയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരുടെയും തലമുറയിൽ കർത്താവേ ഒരു നീതിമാനായ ദൈവം ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവരെ പൂർണ്ണമായും വിടുവിക്കണം. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. ഈ 12-ാം മാസം കർത്താവേ ആമേ സന്തോഷത്തിന്റെ ആമേ ഭയങ്ങളെ നീക്കി, ആമേ നിരാശകളെ നീക്കി, രോഗബലഹീനതകളെ നീക്കി ആമേൻ സന്തോഷിക്കുന്ന, ആമേൻ ആനന്ദിക്കുന്ന ആമേൻ ദാനിയേലിനെ പോലെ തൻ്റെ മക്കളെ ഉയർച്ചയിടമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കണം. മകച്ചമങ്ങെടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.